ഹലോ മക്കളെ, നമസ്തേ. A+ ഹിന്ദിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഗലീലിയോ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ സമ്മറിയാണ് നോക്കാൻ പോകുന്നത്. ഡയറി, ലെറ്റർ പോലെയുള്ള ഏത് തരത്തിലുള്ള ആക്ടിവിറ്റി വന്നു കഴിഞ്ഞാലും ഈ ഒരു ചാപ്റ്ററിലെ കണ്ടൻറ്റ് നിങ്ങൾ ഇതിൽ നിന്നും ആഡ് ചെയ്ത് എഴുതിയാൽ മതി. ഓക്കെ, ഏത് ആക്ടിവിറ്റിയാണോ എഴുതുന്നത് അതിൻ്റെ ഫോർമാറ്റ് കറക്റ്റ് ആദ്യം എഴുതിയിട്ട് ദെൻ കണ്ടൻറ്റ് നമുക്ക് ഈ ഒരു സമ്മറി പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവിടെ എഴുതാൻ പറ്റും. ओके, अब നമുക്ക് സമ്മറിയിലേക്ക് പോകാം. लगभग 400 साल पहले इटली में गैलीलियो नाम का एक जिज्ञासु लड़का रहता था. Nearly 400 years ago, a curious boy named Galileo lived in Italy. 400 വർഷങ്ങൾക്ക് മുമ്പ് ഇറ്റലിയിൽ ഗലീലിയോ എന്ന് പറയുന്ന ഒരു അത്ഭുതകരമായ ആൺകുട്ടി താമസിച്ചിരുന്നു. 12 वर्ष की उम्र में ही उसने चांद को देखकर समझ लिया कि चांद का चलना रुकना हमारा आंखों का भ्रम है. 12 വയസ്സുള്ളപ്പോൾ ചന്ദ്രനെ നിരീക്ഷിച്ച അദ്ദേഹം അതിൻ്റെ ചലനങ്ങൾ വെറും ഒരു മിഥ്യയാണെന്ന് മനസ്സിലാക്കി. At the age of 12, he observed the moon and realized that its movements were merely an illusion. वो वास्तव में स्थिर है. गैलीलियो हर बात का प्रमाण चाहता था. इसलिए उसने प्रयोग करके यह निष्कर्ष निकला. It was actually stationary. Galileo wanted proof of everything, so he conducted experiments to reach this conclusion. ഗലീലിയോ എല്ലാത്തിനും ഒരു തെളിവ് വേണമെന്ന് ആഗ്രഹിച്ച ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് നിഗമനത്തിലെത്താൻ അദ്ദേഹം പരീക്ഷണങ്ങൾ നടത്തി. बड़े होने पर पिता ने उसे डॉक्टरी पढ़ने भेजा, लेकिन वह वैज्ञानिक बनना चाहता था. അദ്ദേഹം വളർന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ അദ്ദേഹത്തെ മെഡിസിൻ പഠിക്കാൻ അയച്ചു, പക്ഷേ അവൻ ശാസ്ത്രജ്ഞനാകാൻ ആഗ്രഹിച്ചു. When he grew up, his father sent him to study medicine, but he wanted to become a scientist. पिता की डांट पर उसने साहस से कहा कि सच का साथ देने से भगवान से भी नहीं डरना चाहिए. When his father scolded him, he boldly declared that standing up for the truth shouldn't scare even God. पिता उसकी यह दृढ़ता देखकर खुश हो गई. His father was വെരി ഹാപ്പി ടു സീ ഹിസ് ഡിറ്റർമിനേഷൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ അദ്ദേഹത്തെ വഴക്ക് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്, സത്യം ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗോഡിനെ പോലും പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഡിറ്റർമിനേഷൻ കണ്ടപ്പോൾ ഫാദറിന് വരെ നല്ല ഹാപ്പിയായി. एक बार चर्च में प्रवचन के दौरान उसने देखा कि झूलता हुआ फानूस चाहे जितना भी झूले एक ओर से दूसरी ओर पहुंचने का समय समान होता है. Once during a sermon in a church, he observed that no matter how much a swinging lantern swung, the time taken to reach from one side to the other side was the same. ഒരു ദിവസം ചർച്ചിൽ സെർമൺ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം മനസ്സിലാക്കി ഈ ഒരു ലൈറ്റ് ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് വരുന്ന സമയം ഓൾമോസ്റ്റ് സെയിം ആണെന്ന്. उसने अपनी नब्ज का उपयोग कर समय नापा और प्रयोग किया. അപ്പോൾ അദ്ദേഹം അതിന് വേണ്ടിയിട്ട് ഹി മെഷേർഡ് ടൈം യൂസിങ് ഹിസ് പൾസ് ആൻഡ് കണ്ടക്റ്റഡ് എക്സ്പെരിമെൻറ്റ്സ്. അദ്ദേഹത്തിൻ്റെ നമ്മൾ പറഞ്ഞു അല്ലേ, പൾസ് യൂസ് ചെയ്തിട്ടാണ് അതിൻ്റെ എക്സ്പെരിമെൻറ്റ് നടത്തിയത്. പിന്നെന്താ, टोर और दादों के गोलों से उसने पेंडुलम बनाया और यह नियम खोजे कि पेंडुलम के झूलने का समय खोले की दादों पर निर्भर नहीं करता. അതേപോലെ ഈ കൺസ്ട്രക്റ്റഡ് എ പെൻഡുലം, ഈ ഒരു ഇതിൽ നിന്നാണ് നമ്മുടെ ഈ ഒരു ക്ലോക്ക്, ഇപ്പോഴത്തെ ക്ലോക്കും വാച്ചൊക്കെ ഈ ഒരു പെൻഡുലം അദ്ദേഹത്തിൻ്റെ ഈ ഒരു പെൻഡുലം നിയമത്തിൽ നിന്നാണ് ഇപ്പോഴും നമ്മുടെ വാച്ച്, ക്ലോക്ക് പോലെയുള്ള എല്ലാ സംഭവങ്ങളും ഓടിക്കൊണ്ടിരിക്കുന്നത്. ഹി കൺസ്ട്രക്റ്റഡ് എ പെൻഡുലം ഫ്രം എ സ്ട്രിങ് ആൻഡ് മെറ്റൽ ബോൾസ് ആൻഡ് ഡിസ്കവേർഡ് ദാറ്റ് ദ ടൈം എ പെൻഡുലം സ്വങ് ഡിപ്പെൻഡഡ് നോട്ട് ഓൺ ദ മെറ്റൽ ഓഫ് ദ ബോൾസ് ബട്ട് ഓൺ ദ ലെങ്ത് ഓഫ് ദ സ്ട്രിങ്. എന്താണ്, അദ്ദേഹം ഒരു ചരടിൽ നിന്നും ലോഹഗോളത്തിൽ നിന്നും ഒരു പെൻഡുലം നിർമ്മിച്ചു. ആ പെൻഡുലം ആടാൻ എടുക്കുന്ന സമയം പന്തുകളുടെ ലോഹത്തെയല്ല മറിച്ച് ചരടിൻ്റെ നീളത്തെയാണ് ആശ്രയിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം കണ്ടെത്തി. യഹി സിദ്ധാന്ത് ആകെ ചൽക്കർ ഗഡിയോം കാ ആധാർ ബനെ. എന്നിട്ട് ഈ സിദ്ധാന്തം പിന്നീട് ക്ലോക്കുകളുടെ അടിസ്ഥാന തത്വമായി മാറി. ദിസ് പ്രിൻസിപ്പിൾ ലേറ്റർ ബിക്കം ദ ബേസിസ് ഓഫ് ക്ലോക്സ്. ഗലീലിയോ का मानना था कि विज्ञान का अर्थ प्रयोग और माप तय है. ഗലീലിയോ ബിലീവഡ് ദാറ്റ് സയൻസ് വാസ് അബൌട്ട് എക്സ്പെരിമെൻറ്റേഷൻ ആൻഡ് മെഷർമെൻറ്റ്. ഗലീലിയോയുടെ ആ ഒരു വിശ്വാസത്തിൽ ശാസ്ത്രം എന്ന് പറയുന്നത് പരീക്ഷണങ്ങളെയും അളവുകളെയും കുറിച്ചുള്ളതാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. उसने विज्ञान में गणित को सही स्थान दिया और अनेक खोजों की. He gave mathematics its rightful place in science and made numerous discoveries, including the telescope. അദ്ദേഹം
ശാസ്ത്രത്തിൽ ഗണിതത്തിന് അർഹമായ സ്ഥാനം നൽകി അദ്ദേഹം ദൂരദർശിനി പോലെ ഉൾപ്പെടെയുള്ള ദൂരദർശിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെലസ്കോപ്പാണ് കേട്ടോ, നിരവധി കണ്ടെത്തലുകളും നടത്തി. ഇസി കാരണം ഗലീലിയോ കോ ആധുനിക വിജ്ഞാൻ കാ ജനക് മാനാ ജാതാ ഹെ. അതുകൊണ്ട് നമ്മുടെ ഗലീലിയോയെ ആധുനിക ശാസ്ത്രത്തിൻ്റെ പിതാവായി കണക്കാക്കുന്നു. ദാറ്റ്സ് വൈ ഗലീലിയോ ഈസ് കൺസിഡേർഡ് ദ ഫാദർ ഓഫ് മോഡേൺ സയൻസ്. അപ്പോൾ ഇത്രയുമാണ് ഗലീലിയോ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ സമ്മറി വരുന്നത്. അപ്പോൾ നിങ്ങൾ എക്സാമിന് ഇത് മാത്രം പഠിച്ചു പോയാലും മതി. ഗലീലിയോ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും ഒരു 95% നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, പിന്നെ ഏതെങ്കിലും ഗ്രാമർ ക്വസ്റ്റ്യൻസ് വന്നാൽ മാത്രമേ നിങ്ങൾ കുറച്ചൊന്ന് പെട്ടുപോവുകയുള്ളൂ. സോ നന്നായിട്ട് സമ്മറി പഠിച്ചിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, താങ്ക്